15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നിറഞ്ഞ സദസ്സോടെ തൃശൂരിൽ തുടക്കം. സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരും നാടകപ്രേമികളും ഒത്തുചേർന്ന വേദിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേള ഉദ്ഘാടനം ചെയ്തു. ഹൈവദന, ദ നൈറ്റ്സ് തുടങ്ങിയ വിഖ്യാത ഇന്ത്യൻ നാടകങ്ങളാണ് മേളയുടെ ആദ്യ ദിവസം അരങ്ങിലെത്തിയത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ബലൂണുകൾ ഉയർത്തിയിട്ട് ഇറ്റ്ഫോക്ക് 2025 പങ്കാളികളാകാം. മാനവികതയും കലയും സംസ്കാരവും ചർച്ചയാകുന്ന അരങ്ങ്, നാടക അവതരണങ്ങൾക്കൊപ്പം സർഗസൃഷ്ടികളെ ആത്മവിമർശനങ്ങൾക്ക് വിധേയമാക്കുന്ന സംവാദവേദി, ജനപങ്കാളിത്തം കൊണ്ടും പ്രമേയങ്ങളിലെ വ്യത്യസ്തതകൾ കൊണ്ടും ആദ്യ ദിവസം തന്നെ ശ്രദ്ധ നേടുകയാണ് 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. നാടക കലാകാരനും അഭിനേതാവുമായ എം നാസർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങ് കലാരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. സങ്കുചിത ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്ന മനുഷ്യരെ മാനവികതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ ഇറ്റ്ഫോക്കിന്റെ പങ്ക് വലുതാണെന്നും ആർ ബിന്ദു പറഞ്ഞു. മനുഷ്യ സ്നേഹത്തിന്റെയും മാനവികതയുടെയും വലിയ പരിച ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ നാടകാനുഭവങ്ങൾ മലയാളികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് ഈ നാടകോത്സവത്തിലൂടെ കഴിഞ്ഞ എല്ലാ എഡിഷനിലും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപരവിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും സങ്കുചിതമായ ഇടങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ ചുരുക്കിക്കെട്ടാനുള്ള പരിശ്രമങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ വിശാലമായ മാനവികതയിലേക്ക് മനുഷ്യരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന പ്രമേയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ എം നാസർ, വിനോദവും ആചാരവുമല്ല നാടകമെന്നും കലാകാരന് തോന്നുന്നത് പറയാനുള്ള ഭാഷയാണെന്നും അഭിപ്രായപ്പെട്ടു. Theatre is no more a ritual, theatre is no more an entertainment. Theatre is a language to say what you feel, your pain, your anger. That's what happening today. It is not only entertainment happening. It's these plays are cultures of resistance, who resist, which has to be resisted. മേളയുടെ ഭാഗമായി ആദ്യ ദിവസം അരങ്ങിലെത്തിയത് അനുരൂപ് റോയിയുടെ കൃതിയെ അടിസ്ഥാനമാക്കിയ കട്കഥ പപ്പറ്റ് ആർട്ടിസ്റ്റ് ഡൽഹി അവതരിപ്പിച്ച ദി നൈറ്റ്സ് എന്ന പാവകളി നാടകമാണ്. വ്യത്യസ്ത ജീവിതാവസ്ഥകളിലൂടെ മുന്നോട്ടു പോകുന്ന കള്ളനും രാജകുമാരിയും പെൺകുട്ടിയുമെല്ലാം മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന നാടകം ആസ്വാദകരുടെ കയ്യടി നേടി. ഗിരീഷ് കർണാടിന്റെ ആധുനിക ക്ലാസിക്കായ ഹൈവദനയാണ് രണ്ടാമത്തെ നാടകമായി നിറഞ്ഞ സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ചത്. അഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 15 നാടകങ്ങളാണ് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായി 3 വേദികളിലായി അരങ്ങേറുക. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിന്റെ 6ാമത്തെ വിരലും ഡാൻസ് കമ്പനിയുടെ നെയ്ത്തതും അത്ലറ്റ് നാടകവേദി പാലക്കാടിന്റെ ഭൂതങ്ങളുമാണ് അരങ്ങിലെത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ട മലയാള നാടകങ്ങൾ. മാർച്ച് 2 വരെ നീളുന്ന മേളയിൽ 15 നാടകങ്ങളും 2 തവണ വീതം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.